എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ല വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗൗതം വലിയൊരു സ്വപ്നം കാണുവാണ്. നിർമ്മലും നന്ദയും തമ്മിലുള്ള ബന്ധം താൻ അവളോട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ തന്റെ ഭർത്താവ് നിർമ്മൽ എന്നുള്ള കാര്യം നന്ദ പറഞ്ഞു കഴിഞ്ഞപ്പത്തിനും സഹിക്കാൻ പറ്റില്ല. നിർമ്മലിനെ പെട്ടെന്ന് വെടിവെക്കുവാണ്. ആ സമയത്ത് നന്ദ വന്ന് ഗൗതമിന്റെ കോളറിന് കുത്തിക്കേറി പിടിക്കുകയാണ്. നീ ആരടാ എന്റെ ഭർത്താവിനെ വെടിവെക്കാന്ന് ചോദിച്ചോണ്ട് പെട്ടെന്ന് ഗൗതം സ്വപ്നത്തിൽ ചാടി എഴുന്നേറ്റ് അലറി വിളിക്കുകയാണ്. പിങ്കി അങ്ങോട്ടേക്ക് ഓടി വന്നു. എന്താ ഗൗതം, എന്താ കാര്യം എന്താന്ന് ചോദിക്കാം. ഒന്നുമില്ല, ഞാനൊരു സ്വപ്നം കണ്ടാന്ന് പറയണം. സ്വപ്നം എന്തു സ്വപ്നം, പക്ഷെ എന്ത് സ്വപ്നമാണെന്ന് പറയാനായിട്ട് ഗൗതത്തിനൊരു മടി. പിങ്കിക്ക് മനസ്സിലായി നന്ദയെ കണ്ടതു മുതല് ഗൗതം ആകെപ്പാടെ അസ്വസ്ഥനാണ്. അതായിരിക്കും ഇങ്ങനെ ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നത്. എന്താ ഏതാന്നും അറിയത്തില്ല. ഇത് ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. ഗൗതത്തിന്റെ മനസ്സ് ആദ്യം നേരെയാക്കാനായിട്ട് ശ്രമിക്കണം എന്നൊക്കെ പിങ്കി മനസ്സിൽ കരുതുവാണ്. പിന്നീട് ഗൗരിമോളും നന്ദയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഗൗരിമോളും നന്ദയോട് ചോദിച്ചു, അല്ലമ്മേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ കണ്ടില്ലേ ആ നന്ദുവിന്റെ പപ്പ എത്ര നല്ല സ്ട്രോങ് ആന്ന്. എനിക്കും അതുപോലത്തെ പപ്പാനെ എനിക്കും ഇഷ്ടം എന്ന് പറയണം. ഇത് കേട്ടതും നന്ദ ഗൗരിനെ ഒന്ന് തുടിച്ചു നോക്കി. നിനക്ക് വേറെ ഒന്നിനെ കുറിച്ചും പറയല്ലേ, നീ എഴുതുവാണെ അവിടെ ഇരുന്ന് എഴുതാൻ പറയണം. അമ്മേ ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നാ അതിന് അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? എന്താന്ന് വെച്ചാൽ ചോദിക്കേ എന്നൊരു ഒഴുക്കം മറ്റ് നന്ദ അങ്ങോട്ട് പറയണം. അത് പിന്നെ ഈ നന്ദുവിന്റെ പപ്പ ഇല്ലേ ഗൗതം അങ്കിളിനെ പോലെ സ്ട്രോങ് ആണോ എന്റെ അച്ഛനെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം എന്ത് മറുപടി പറയണം നടത്തില്ല നന്ദയ്ക്ക്. നന്ദ വല്ലാത്തൊരു വീർപ്പുമുട്ടലായിപ്പോയി. കാരണം കുഞ്ഞിന്റെ മുന്നിൽ നന്ദ ഉത്തരം മുട്ടുക. ചില സമയത്ത് അവളുടെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഒരു നിമിഷം ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ഉത്തരവില്ലാത്ത ചോദ്യങ്ങളായിരിക്കും നന്ദയോട് അവൾ ചോദിച്ചുകൊണ്ടിരിക്കണേ. നന്ദയ്ക്ക് ഉത്തരം ഉണ്ടെങ്കിലും അത് പറയാൻ പറ്റുന്നില്ലാത്ത ഒരു രീതിയിലായിരിക്കും അവൾ ചോദിക്കുന്നത്. ആ സമയത്താണ് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത്. കയ്യിൽ കുറച്ച് ഒരു സീറ്റ് ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സീറ്റ്സ് ബോക്സ് കൊണ്ടുവന്ന് ഗൗരിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ഇത് മോള് പോയി കഴിക്കാൻ പറയണം. താങ്ക് യു ആന്റി എന്നൊക്കെ പറയണം. മോൾ അപ്പുറത്ത് പോയി കഴിച്ചു, ഞാനേ മോളുടെ അമ്മയോട് ഇത്തിരി സംസാരിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ ഗൗരിയെ ആ സീറ്റ്സും കൊടുത്ത് വിട്ടതിന് ശേഷം നേരെ നന്ദയുടെ അരിയിലേക്ക് പിങ്കി എല്ലുവാണ്. പിങ്കി എന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് നന്ദയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറയാം. ഇത് കേട്ടതും നന്ദ പറഞ്ഞു, വേണ്ട വേണ്ട, എന്നോട് കൂടുതലും ചോദിക്കാൻ പറയണ്ട. നീ സീറ്റ്സ് ബോക്സ് കൊണ്ടുവന്ന ഗൗരിമോൾക്ക് കൊടുത്തപ്പോഴേ എനിക്കറിയായിരുന്നു എന്നിൽ നിന്ന് എന്തൊക്കെയോ വിവരങ്ങൾ ചോർത്താനായിട്ട് എന്റെ മോളെ മയക്കെടുക്കാൻ നീ ശ്രമിച്ചാന്ന്. നടക്കില്ല പിങ്കി, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറയണം. നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാല് ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള ബന്ധമാണ്. പേഷ്യന്റിന്റെ ഭാര്യ എന്നുള്ള രീതി മാത്രമാണ് ഞാൻ നിന്നെ കാണുന്നത്. അതിനപ്പുറം നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല. പറഞ്ഞു കേട്ടല്ലോ, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. എന്റെ പേഴ്സണൽ ആയിട്ട് കാര്യങ്ങളൊന്നും എനിക്ക് ആരും ഷെയർ ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ പിങ്കി പറഞ്ഞു, അതുകൊണ്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ. ഗൗതം ഭയങ്കര അസ്വസ്ഥനാണ്, എന്താണെന്നറിയത്തില്ല, ഭയങ്കര അസ്വസ്ഥനാന്ന് പറയണം. ഓഹോ, നിങ്ങളുടെ ഭർത്താവ് അസ്വസ്ഥനാണെങ്കിൽ അതിന് ഞാനല്ല കുറ്റക്കാരി. കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അതിന്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ കാണും, അതുകൊണ്ടായിരിക്കും. അതിപ്പം വേറെ മെഡിസിൻ കൊടുത്താൽ മാറാവുന്നുള്ളെന്ന് പറയണം. അതല്ല നന്ദ, എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നീയും നിർമ്മലും തമ്മിലുള്ള ബന്ധം അത് ഒരു പക്ഷേങ്കില് ഗൗതമിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതെന്താന്നൊരു പക്ഷെ പറയുവാണെങ്കിൽ ആ മനസ്സിനൊരു സമാധാനമായെന്ന് പറയാം. ഓ, അതറിയാൻ വേണ്ടിട്ടായിരിക്കും നീ ഇത്ര പാടുപെട്ട് ഇങ്ങോട്ട് വന്നല്ലേ. അല്ല ഞാൻ ചോദിച്ചോ നീയും ഗൗതം സാറും തമ്മിലുള്ള ബന്ധം എന്താന്ന്? അല്ല എനിക്കത് ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ ചോദിക്കാനും പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളുടെ കാര്യമൊന്നും അറിയണ്ട, അതുകൊണ്ട് മേലാല് എന്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നേക്കല്ലെന്ന് പറയണം. പിങ്കി പറഞ്ഞു, നന്ദ കൂടുതലൊന്നും പറയണ്ട മിസ്സിസ് പിങ്കി ഗൗതം എന്ന് പറയണം. കാരണം മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞാണ്. പിങ്കി ഗൗതത്തിന്റെ ഭാര്യയാക്കി തീർക്കാൻ വേണ്ടിയിട്ട് നന്ദ അങ്ങനെ പറഞ്ഞാണ്, തനിക്കെല്ലാം അറിയാന്നുള്ള രീതിയിൽ. ഈ സമയം പിങ്കിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനിയിപ്പം നന്ദയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ ഇനിയിപ്പൊ വിട്ടു തരാനും പോകുന്നില്ല. അവള് എന്താണെങ്കിലും അവളുടെ മനസ്സിലുള്ള എന്താണെന്ന് തുറക്കാൻ പോകുന്നില്ല. നിർമ്മല അവളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും പറയാനും പോകുന്നില്ല. അവസാനം പിങ്കി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് ഇന്ദീവരത്തില് പവിത്ര ഒരു പാട്ടൊക്കെ പാടി ചാടിത്തുള്ളി സ്റ്റെയർകേസ് ഇറങ്ങി വരുവാണ്, പിങ്കി ഡോങ്കി എന്നൊക്കെ പറഞ്ഞോണ്ട്. ഇത് കനകമ്മ കേട്ടു. ഓഹോ, അപ്പൊ പിങ്കി മോൾ ഇല്ലാത്ത സമയത്ത് അവളെ കളിയാക്കുവാണ്. പെട്ടെന്ന് കനകമ്മയെ നിരീച്ചു, അല്ല ഇത് ശരിയാണോ കുഞ്ഞെന്ന് ചോദിക്കുക. എന്ത്, പിങ്കി മോൾ ഇല്ലാത്ത സമയത്ത് അവളെ കളിയാക്കുന്നത് ശരിയാണോ? ഇത് കേട്ടതും പവിത്ര പറഞ്ഞു, അതിനിപ്പം കനകമ്മയ്ക്ക് എന്താ കുഴപ്പം, ഞാൻ അങ്ങനെ പലതും ചെയ്തെന്നിരിക്കും പറയാം. ഓ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒന്നുമല്ലല്ലോ അവൾ ഈ കുടുംബത്തിലെ മരുമോളല്ലേ നിൽക്കും. മരുമോളോ? ആര്, പിങ്കിയോ? ഈ കുടുംബത്തിലെ മൂത്ത മരുമോള് ഞാനാ. പിന്നെ പിങ്കി ഉണ്ടല്ലോ, അവൾ ഇവിടുത്തെ മരുമോളല്ല, അവള് സുമംഗലാമ്മയുടെ മരുമോളാണ്. അറിയാമല്ലോ, സുമംഗലാമ്മേനെ ഇവിടുന്ന് കെട്ടിച്ചു വിട്ടതാ. അപ്പൊ അവിടുത്തെ മരുമോളാണ്. അല്ലാതെ അതെ അവളും ഈ കുടുംബവും തമ്മിൽ ബന്ധമില്ല. ഈ കുടുംബത്തിലെ മരുമോള് ഞാനാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും
അവൾ പറഞ്ഞു, അങ്ങനെയല്ല. കനകമ്മ പറയാണ്, അങ്ങനെയാണെങ്കിൽ പിങ്കിമോൾക്ക് ഇവിടെ ആരും വില കൊടുക്കത്തില്ലോ. പക്ഷെ ഇവിടെ പിങ്കിമോളെ എല്ലാരും തലയെല്ലാം എടുത്തു വെച്ചിരിക്കുന്നേ. പിങ്കിമോളല്ലേ ഈ വീട്ടിലത്തെ മരുമോൾ എന്ന രീതിയിലാണല്ലോ എല്ലാരും പെരുമാറുന്നത്. ഒന്ന് നോക്കിയേ, എല്ലാ കാര്യത്തിനും പിങ്കിമോൾ വേണം. പിങ്കിമോൾ എല്ലാരും ഈ കുടുംബത്തിൽ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുമല്ലേ, അതെന്തുകൊണ്ടാന്ന് ചോദിക്കാം. പവിത്ര പറഞ്ഞു, അതല്ലേലും എനിക്കറിയാം. അവൾക്ക് ഇത്ര കൊമ്പ് കൂടുതലുണ്ടെന്ന് പറയണം. അതെ, കൊമ്പ് കൂടുതലുള്ളതുകൊണ്ട് തന്നെയാന്ന് പറയണം. ഇത് കേട്ടൻ പവിത്ര പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തന്നെ ഈ വീട്ടിലെ മരുമോളെന്ന് പറയണം. ഇത് കേട്ടതും കനകമേർത്ത് ഇവൾക്കൊട്ടൊരു പണി കൊടുക്കണോ നൈസായിട്ട്. പെട്ടെന്ന് പറഞ്ഞു, അത് മോളെ, മോൾക്ക് ഈ വീട്ടിലെ മരുമോളാണെങ്കിലേ മോൾ എത്രയും പെട്ടെന്നൊന്ന് പ്രസവിക്കണമെന്ന് പറയണം. പ്രസവിക്കണം? അതെ. അതെങ്ങനെയാ? ആയ സമയത്ത് ഞാൻ നോക്കിയില്ല. ഇനിയിപ്പൊ ഞാൻ പ്രസവിക്കാൻ നോക്കിയിട്ട് കുഞ്ഞുങ്ങളോട്ടും ഉണ്ടാവുന്നില്ലെന്ന് പറയണം. മോളെ, അതിന് വഴിയുണ്ടെന്ന് പറയണം. എന്ത് വഴി? കുഞ്ഞുണ്ടാവാനായിട്ടാ? അതല്ല, അങ്ങോട്ട് അഭിനയിച്ചാൽ മതി എന്ന് പറയണം. അഭിനയിക്കണം? അതെ. മോൾക്ക് ഈ കുടുംബത്തിലെ മരുമോളെന്നുള്ള സ്ഥാനവും അല്ലെങ്കിൽ അതിന്റെ പരിഗണനയൊക്കെ കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാൽ മതി എന്ന് പറയും. അല്ല, കനകമ്മ എന്താ പറയണേ? അതൊക്കെ ഉണ്ടല്ലോ, ഈ കനകമ്മ ഒരു കാര്യം ഏറ്റെടുത്ത് തന്നെയാ. കുഞ്ഞ് നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കണം. ഗർഭിണിയാന്ന് പറഞ്ഞുകൊണ്ട്. ഗർഭിണിയാന്ന് പറഞ്ഞ് അഭിനയിക്കാനാ? അതെ. എന്താ സംശയം? വേണ്ട വേണ്ട, അതൊന്നും ശരിയാകത്തില്ല. പിന്നെ ഗർഭിണിയെല്ലാം തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഉള്ള പരിഗണന കൂടെ പോകുന്നു പറയണം. കുഞ്ഞെ ആരും തൽക്കാലത്തേക്ക് കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയണം. പോകുന്നില്ലെന്ന്? അതെ. അത് കനകമ്മേ, വയറ് വീർക്കണം, ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം, ക്ഷീണം വേണം, ഇതിനൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. അതാണോ കാര്യം? വയറ് വീർക്കുന്ന കാര്യമൊക്കെ പിന്നത്തെ കാര്യമല്ലേ? അത് പിന്നെ എന്തേലും പറയാം. കുഞ്ഞു പോയെന്നോ മറ്റെന്തേലും പറഞ്ഞാൽ പോരെ? കുറെ കാലത്തേക്ക് പരിഗണന കിട്ടുന്ന കാര്യമല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഛർദിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നുള്ളൂ. ക്ഷീണം പിന്നെ എന്താണെന്നറിയാലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പവിത്ര വെച്ച്, ക്ഷീണം ഉണ്ടാക്കുന്ന എങ്ങനെയാ? അല്ല, കുഞ്ഞൊരു നേരം ആഹാരം കഴിച്ചില്ല എങ്ങനെയാ? ആഹാരം കഴിച്ചില്ല എനിക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. 2 നേരം ആഹാരം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞു മെലിയും, ക്ഷീണം ഉണ്ടാവും. എങ്ങനെയുണ്ട്? അപ്പം ഗർഭിണിയാന്ന് ആൾക്കാർ വിചാരിച്ചോളും. അതോടൊപ്പം ഛർദ്ദിക്കാനായിട്ട് നല്ല കാട്ടുപാവയ്ക്ക് രാവിലെ അങ്ങോട്ട് കടിച്ച് അവച്ചാൽ മതി. ഛർദിയൊക്കെ താൻ എങ്ങോട്ട് പോന്നോളൂ എന്ന് പറയണം. ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അല്ല, എന്നൊരു കാര്യം ചെയ്യാം, ഞാനിത് അമ്മയോട് പറയാന്ന് പറയാം. അമ്മയോടാ? കൊള്ളാം. ഒന്നുമല്ലേ, നിന്റെ അമ്മായിമ്മയല്ലേ? അമ്മായിമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മായിമ്മ നിന്നെ പരിഗണിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഈ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാനും പോകുന്നില്ല. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല എന്ന് പറയണം. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? മോള് കാര്യം തീരുമാനിക്കാം. അങ്ങോട്ട് ഗർഭിണിയാണെ കൊണ്ട് അഭിനയിക്കാൻ പറയണം. കുഴി ചാടിക്കാനുള്ള തന്ത്രപ്പാടാണ് പവിത്രേനെ. പവിത്ര കുഴിയിലേക്ക് ചാടി. കനകമ്മയ്ക്ക് സന്തോഷമായി. പവിത്ര അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ കനകമ്മ മനസ്സിൽ പറഞ്ഞു, എന്നോട് അവളുടെ കളി. ഇവളല്ല, ഇവളെക്കാളും വലിയവളെ വരെ ഞാൻ നിലയ്ക്ക് നിർത്തിയിട്ടുണ്ട്. പിന്നെ എന്റെ അടുത്ത് കളിച്ചോണ്ട് വരുന്നേ കനകമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കനകമ്മ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് ഗൗതത്തിനെ നോക്കാനായിട്ട് നന്ദ അങ്ങോട്ടേക്ക് വരുവാണ്. ഈ സമയത്ത് പിങ്കി അരികിലുണ്ടായിരുന്നു. പിന്നീട് മുറിവ് വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മുറിവേലിച്ച് ബ്ലഡൊക്കെ വന്നിരിപ്പുണ്ട്. ഈ സമയം നന്ദ പറഞ്ഞു, മുറിവ് അനങ്ങാൻ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഇത് കേട്ട പിങ്കി പറഞ്ഞു, സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റതാ, ആ സമയത്ത് താങ്ങിയതായിരിക്കും എന്ന് പറയണം. പിന്നീട് നന്ദ പറഞ്ഞു, കുഴപ്പമില്ല, മുറിവ് കരിയാനുള്ള ഒരു പുതിയ മരുന്ന് ഞാൻ കുറിക്കുന്നുണ്ട്, ഇത് പിങ്കി ഒന്ന് പോയി വാങ്ങിച്ചിട്ട് വരാൻ പറയണം. പിന്നീട് പിങ്കിനെ അങ്ങോട്ട് പറഞ്ഞു വിടുക. ഈ സമയത്ത് നന്ദയും ഗൗതവും മാത്രമായി. പെട്ടെന്ന് ഗൗതം അങ്ങ് ചാടി എഴുന്നേറ്റു. നന്ദ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം വയറ് പൊത്തിക്കൊണ്ട് എങ്ങനെ നിൽക്കുന്നത്. പിന്നീട് ഗൗതം ചോദിച്ചു, സത്യം പറ, നീയും ആ നിർമ്മലും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുക. ഇത് കേട്ടതും നന്ദ പറഞ്ഞു, അത് നിങ്ങളോട് എനിക്ക് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ തമ്മിൽ പല ബന്ധവും കാണും. അത് നിങ്ങളോട് എന്തിനാ ഞാൻ പറയണേ? നമ്മൾ തമ്മിൽ അതിന് ബന്ധമൊന്നും ഇല്ലോ എന്ന് പറയണം. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, നന്ദ, നീ വെറുതെ കിടന്ന് കളിക്കരുത്. എനിക്കറിയണം അവനും നീയും തമ്മിലുള്ള ബന്ധം എന്താന്ന്. നിങ്ങളുടെ രണ്ടുപേരുടെ മോളാണോ ഗൗരി എന്നുള്ള കാര്യം അതെനിക്ക് അറിയണമെന്ന് പറയണം. ഇത് കേട്ടാൽ നന്ദ പറഞ്ഞു, അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയണേ? നിങ്ങളുടെ പിങ്കിയുടെ മോനാണോ നന്ദു എന്നുള്ള കാര്യം ഞാൻ അന്വേഷിച്ചില്ലോ, ചോദിച്ചില്ലോ. നിങ്ങളുടെ ചികിത്സിക്കാൻ വന്നു, ഞാൻ ചികിത്സ തരുന്ന അത്രമാത്രം. അതെ, എനിക്കൊരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ നന്ദുവിനെ കൊണ്ട് വന്നു കഴിഞ്ഞപ്പം അവന് ചികിത്സ കൊടുക്കുക, അവന്റെ കാല് ഭേദമായി കൊടുക്കുക. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ആയിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. പറഞ്ഞു കേട്ടല്ലോ, എന്റെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾ ഇടപെടാൻ വരണ്ടെന്ന് പറയണം. ഇത് കേട്ടതും ഗൗതം നന്ദയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ? എന്നോട് പറഞ്ഞിട്ട് നീ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയണം. നീ നിർമ്മലും തമ്മിലുള്ള ബന്ധം എനിക്ക് അറിയണം. അവൻ നിന്റെ ആരാന്നറിയണം. ഇത് കേട്ട നന്ദ പറഞ്ഞു, അത് നിങ്ങളുടെ കാര്യമല്ല, അത് നിങ്ങളോട് എനിക്ക് പറയേണ്ട കാര്യമില്ല. ഇതേ നന്ദ വെറുതെ കളിക്കല്ലെന്ന് പറയണം. ഇതമയം നന്ദ പറഞ്ഞു, എന്റെ കൈ നോവുന്നുണ്ട് ഗൗതം, കൈയെന്ന് വിടാൻ പറയണം. പക്ഷെ ഗൗതം വിട്ടില്ല. ഗൗതത്തിനല്ല പറഞ്ഞ കൈയെന്ന് വിടാനായിട്ട്. നന്ദ കിടന്ന് കൈ കുതിരിക്കുക. പക്ഷെ ഗൗതം വിടാനായിട്ട് കൂട്ടാക്കില്ല. നീ കാര്യം പറഞ്ഞാലേ വിടുവോളെന്ന് പറഞ്ഞ് നിൽക്കുക. ഈ സമയത്ത് നന്ദ മനസ്സിൽ കരുതി, മരിച്ചാലും താൻ ആ കാര്യം പറയാനായിട്ട് പോകുന്നില്ല എന്ന് കരുതി നന്ദയെ നിൽക്കണം. അപ്പോഴേക്കും നന്ദു അങ്ങോട്ട് വരുവാണ്. എന്താ എവിടെയെന്ന് ചോദിക്കണം. പെട്ടെന്ന് ഗൗതം കൈ അങ്ങോട്ട് പിൻവലിച്ചു. ഈ സമയത്ത് നന്ദയോട് ഗൗതം
പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എപ്പോഴാണ് നീ അതിന്റെ സത്യാവസ്ഥ പറഞ്ഞാൽ മതിയാവുള്ളൂ എന്ന് പറയണ. അപ്പോഴേക്കും നന്ദൂട്ടൻ അങ്ങോട്ടേക്ക് അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എന്താ പപ്പ, പപ്പയ്ക്ക് കുറവില്ലേന്ന് ചോദിക്കാം. കുറവുണ്ട് മോനെ എന്ന് പറയാണ്. ഈ സമയത്ത് നന്ദ പറഞ്ഞു, എന്നാ ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ, മോൻ പപ്പാനെ നോക്കണം കേട്ടോ എന്ന് പറയാണ്. ഈ സമയം നന്ദു ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് നിൽക്കുക, എന്താ, എന്റെ കാല് ഭേദമാകുമായിരിക്കും അല്ലേന്ന് ചോദിക്കണം. മോന്റെ കാല് ഭേദമാകുമെന്ന് പറയണ. ഇപ്പൊ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്, ഡോക്ടർ ആന്റി പറഞ്ഞ പോലെ ആ എക്സസൈസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തായിരുന്നു പറയണം. മോന് പെട്ടെന്ന് തന്നെ ഭേദമാവും, അതിന് വേണ്ടിയിട്ടല്ലേ ആന്റി ഇവിടെ ഇരിക്കണേന്ന് ചോദിക്കുക. ശരി പപ്പാനെ നോക്കാൻ പറഞ്ഞിട്ട് നന്ദ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്ന കോൺവെന്റ് ആണ്. കോൺവെന്റിലേക്ക് ആ സിസ്റ്റർ വരുവാണ്. പണ്ട് ആ ബസ് അപകടം ഉണ്ടായ സമയത്ത്, അന്ന് പാതിരാത്രി സമയത്ത് അവിടെയുള്ള ഒരു അയൽവാസി കരുണന് ഒരു കുട്ടീനെ കൊണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സിസ്റ്റർ ഇത്ര കാലം ഭോപ്പാലിലായിരുന്നു. ഭോപ്പാലിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം സിസ്റ്റർക്ക് ആ കുട്ടിയെക്കുറിച്ച് അറിയാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് ആ കോൺവെന്റിലേക്ക് വന്നേക്കുക. പിന്നീട് അവിടെ വന്നിട്ട് ഒരു കന്യാസ്ത്രീയോട് ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം തിരക്കാൻ വേണ്ടി വന്നാന്ന് പറയണ. എന്താ സിസ്റ്ററെ? അല്ല ഇത്രയും കാലം ഞാൻ ഭോപ്പാലിലായിരുന്നല്ലോ, അന്ന് ഓർക്കുന്നുണ്ടോ ഞാനൊരു കുഞ്ഞിനെ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചില്ലായിരുന്നോ? എനിക്ക് അവിടെ ഒരു അയൽവാസി കൊണ്ട് തന്നാന്നും പറഞ്ഞോണ്ട്. ആ ഏൽപ്പിച്ചായിരുന്നു. ആ മോൻ ഇപ്പൊ എവിടെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിഞ്ഞപ്പത്തിന് അവർ പറഞ്ഞു, അത് പിന്നെ ആ കുഞ്ഞിനെ ഒരാൾ ദത്തെടുത്തു എന്ന് പറയണ. ദത്തെടുത്തോ? അവന് നിങ്ങൾ പേരിട്ടായിരുന്നു. ഏബൽ എന്നൊക്കെ പേരിട്ടായിരുന്നു. പക്ഷെ അവൻ അവന്റെ പേരൊക്കെ മാറ്റിയെന്ന് പറയണ. അവന്റെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഞാനായിരുന്നു പറയണേ. ഇവിടെ കുറച്ച് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന മാഫിയ സംഘം കയറിയായിരുന്നല്ലോ. ആ സമയത്ത് അവരുടെ പിടിയിൽ നിന്ന് അവരെ രക്ഷിക്കാനായിട്ട് ഒരു പോലീസ് ഓഫീസർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഓഫീസറാണ് ആ കുട്ടീനെ ദത്തെടുത്തതെന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആ സിസ്റ്റർ പറഞ്ഞു, അല്ല എനിക്ക് അവന്റെ ഫോട്ടോ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. എന്താ സിസ്റ്റർ അങ്ങനെ ചോദിച്ചേ? അല്ല ഈ പറയുന്ന ഞാൻ ആ കുട്ടീനെ കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ അന്ന് തെറ്റായ വിവരങ്ങളൊക്കെ കൊടുത്തിരുന്നേ. അത് ചിലപ്പോൾ ആരെങ്കിലും ഉപേക്ഷിച്ച് കളഞ്ഞായിരിക്കുന്നു കുട്ടിയായിരിക്കുന്നു വിചാരിച്ച. പക്ഷെ പിന്നീട് ആ കാര്യങ്ങളൊക്കെ അറിയുന്നേ അന്നൊരു ബസ് അപകടം ഉണ്ടായ സമയത്ത് ആ കുട്ടി അവിടെ എങ്ങനെയും ആരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടായിരിക്കാം എന്ന് കരുണ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബസ് അപകടം ഉണ്ടായിടത്ത് ഒരമ്മയും കുഞ്ഞും കാണാതെ പോയിട്ടുണ്ടെന്ന്. ഒരു പക്ഷെ അമ്മ മരിച്ചിട്ടുണ്ടായിരിക്കും, കുഞ്ഞ് രക്ഷപ്പെട്ടതാണോ ഇതെന്ന് സംശയമുണ്ട് എന്ന് പറയാണ്. അല്ല എന്നിട്ട് എന്താ ഇത്രയും കാലമായിട്ട് അവർ അന്വേഷിക്കായിരുന്നു അതിന്റെ അച്ഛനും അമ്മയും? അല്ല അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ അച്ഛൻ ചിലപ്പോൾ ഓർത്തിട്ടുണ്ടായിരിക്കും കുഞ്ഞും മരിച്ചു കാണുമെന്ന്, അതുകൊണ്ടായിരിക്കും എന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ. അല്ല ഞാൻ ഫോട്ടോ കാണിക്കുക സിസ്റ്റർ എന്ന് പറഞ്ഞ് ഫോട്ടോ കാണിക്കണം. അത് നന്ദുവിന്റെ ഫോട്ടോ ആയിരുന്നു. അപ്പൊ നന്ദയുടെയും ഗോതത്തിന്റെ കുഞ്ഞാണ് നന്ദു. സിസ്റ്റർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല, കാരണം നന്ദ മരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അവൻ വിചാരിച്ചുകൊണ്ടിരിക്കണേ. ഈ സമയത്ത് സിസ്റ്റർ പറഞ്ഞു, എവിടെയാണെങ്കിലും ഈ മോൻ നന്നായിട്ടിരുന്നാൽ മതി. അന്ന് ഒരു പക്ഷെ ആ ബസ്സിൽ നിന്ന് തെറിച്ച് വീണപ്പോഴുള്ള ക്ഷതമായിരിക്കും അവന്റെ കാലിന് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നതല്ലേ ചോദിക്കും. അതെ അവന്റെ കാലിന് ഇപ്പോഴും വയ്യായികയുണ്ട്. അവന് ആ കാലിന് ക്ഷതമേറ്റതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയാണെന്ന് പറയണം. ഇത് കേട്ട സിസ്റ്റർ പറഞ്ഞു, എനിക്ക് അവനെ കാണുന്ന ഭയങ്കര ആഗ്രഹമുണ്ടെന്നൊക്കെ സിസ്റ്റർ പറയണം. പിന്നീട് ഗൗരിമോളും നിർമ്മലും കൂടെ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് അക്കത്തേക്ക് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നന്ദ അങ്ങോട്ടേക്ക് വരുന്നേ. പെട്ടെന്ന് നന്ദയോട് ചോദിച്ചു, അല്ല അമ്മ ഇത് എങ്ങോട്ടാ പോയത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിർമ്മല ചോദിച്ചു, അതെന്ത് ചോദ്യമാണ് ഗൗരിമോളെ ചോദിക്കുന്നേ? അമ്മ പോയത് അതെ നന്ദൂട്ടിന്റെ അടുത്തേക്കല്ലേ, എന്നിട്ട് എന്താ അമ്മ എന്നെ വിളിക്കാത്തെ? നന്ദുവിന്റെ അടുത്ത് പോകുമ്പോ എന്നെ കൂടെ ഒന്ന് വിളിച്ചോണ്ട് പോകണ്ടേന്ന് ചോദിക്കും. എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാൻ എല്ലാവരും ചോദിക്കും. ഇത് കേട്ടപ്പോ നന്ദ പറഞ്ഞു, ഓഹോ ഇനി ഞാൻ പോകുന്ന സമയത്ത് നിന്നോട് പറഞ്ഞ് നിന്റെ മുന്നിൽ ഒപ്പ് വെച്ചിട്ട് പോവാം, അത് മതിയെന്ന് ചോദിക്കാം. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നല്ലാതെ ഞാൻ എങ്ങോട്ട് പോന്നു, എങ്ങോട്ട് വരുന്നെന്ന് നീ അറിയേണ്ട കാര്യമില്ല, പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗൗരീനെ ചീത്ത പറയണം. ഗൗരിക്ക് സങ്കടമായി. ഗൗരി സങ്കടപ്പെട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ, ഈ അമ്മയോട് ഞാൻ കൂട്ടില്ലെന്നും പറഞ്ഞോണ്ട്. പെട്ടെന്ന് നിർമ്മല പറഞ്ഞു, എന്താ നന്ദ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു ചോദിക്കാം. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയണേ? എനിക്കാണ് ആകെപ്പാടെ സമനില തെറ്റുക. ഇത് കേട്ട നിർമ്മല പറഞ്ഞു, എന്താ ഇങ്ങനെ നന്ദേ? ഇനിയെങ്കിലും നീ ഗൗതത്തിനോട് തുറന്നു പറ, ഗൗരി നിന്റെ മോളാന്നുള്ള കാര്യം തുറന്നു പറ. എത്ര കാലം നിനക്കൊന്ന് മൂടി വെക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. ഞാനിത് പറയില്ല നിർമ്മല, ഒരിക്കലും പറയാൻ പോകുന്നില്ല. അവൾ എൻ്റെ മോളാണ്, അവളെ ഞാൻ വളർത്തുകയും ചെയ്യും. പക്ഷെ അച്ഛൻ ആരാന്നുള്ള കാര്യം അല്ലെങ്കിൽ ഗൗതത്തിന്റെ മോളാണ് അവളെന്നുള്ള കാര്യം ഒരിക്കലും ഞാൻ പറയാൻ പോകുന്നില്ല എന്ന് പറയണം. ഇത് കേട്ട നിർമ്മലോണ്, അത് ശരിയായ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എന്റെ കോടതിയിൽ ഇതാ ശരി, എനിക്കും വേണ്ട ചില പ്രതികാരങ്ങള്. പിങ്കിയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക. ആ സമയത്ത് ഞാൻ എന്തിനാ വെറുതെ ഗൗരിമോളുടെ കാര്യം പറഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് കയറി തലയിടുന്നേ? അതിന്റെ ആവശ്യമില്ലോ, എനിക്ക് കൂടുതലൊന്നും വേണ്ടതാനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദയും കൊണ്ട് കയറി പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ നിർമ്മലിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.